നമസ്കാരം, ധനുസ് പി എസ് ടിപ്സിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ, ഡിഗ്രി പ്രിലിംസിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസ് കൺഫർമേഷൻ ഡേറ്റ് ഇന്ന് മുതൽ നമുക്ക് കൊടുത്തു തുടങ്ങാൻ സാധിക്കും. നമ്മുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും. ഒരു 7-8 എക്സാമുകൾക്ക് ഒന്നിച്ചാണ് കൺഫർമേഷൻ നമുക്ക് വിളിച്ചിട്ടുള്ളത് ഏകദേശം. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം, ഏതൊക്കെയാണ് ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ളവർ എത്രയും വേഗം കേരള PSC സൈറ്റ് സന്ദർശിച്ചിട്ട് മൊബൈലിൽ കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ, എക്സാമിനേഷൻ നെയിമും ഒക്കെ ഉണ്ട്. ഒന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തേത് 17/2025 എന്നുള്ള കാറ്റഗറി നമ്പറാണ്. എക്സാം നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് SBCID ആണ്. കേരള പോലീസ് സർവീസിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 17/25 നിങ്ങളത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സൈറ്റിൽ കയറിയാൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ലിങ്ക് അവിടെ അതിൻ്റെ ഒരു നോട്ട് അവിടെ ഉണ്ടായിരിക്കും, അതിലേക്ക് കൊടുക്കുക. അടുത്തത് 269/25 ആണ്. അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ്. 269/25 ആണ് കാറ്റഗറി നമ്പർ. അടുത്തത് 382/25 ആണ് കാറ്റഗറി നമ്പർ. പോസ്റ്റിൻ്റെ പേര് ജൂനിയർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ കാഷ്യർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, LD ക്ലർക്ക് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റൻറ്റ് തുടങ്ങിയവയാണ്. KSFEയിലേക്കാണ് എൻ്റെ നിയമനം. KSFE ആണ്. KSFE കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ്, കേരള സ്റ്റേറ്റ് ഫിനാൻസ്, അതുപോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും ഉണ്ട്. KSFEയും KCBയും രണ്ടിൻ്റെയും കൂടി ഉള്ളതാണ് അല്ലേ. അടുത്ത ഒന്നാണ് കാറ്റഗറി നമ്പർ 448/25 ആണ്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ് അല്ലേ. ഓപ്പൺ മാർക്കറ്റിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കുന്ന എക്സാമാണത്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് 448. മറ്റൊന്ന് 573/25 തൃശ്ശൂർ ജില്ലയുടെ മറ്റൊരു ജില്ലയും കൂടിയുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ല നോക്കിയിട്ടത് കൊടുക്കുക. ജൂനിയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കാഷ്യർ എന്നുള്ള പോസ്റ്റിലേക്കാണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, മറ്റ് എക്സാമുകൾ ഇതൊന്നുകൂടി നോക്കാം. ഏതൊക്കെയാണ്? 17/25, 269/25, 382, 448, 571 തുടങ്ങിയ 7-8ഓളം തസ്തികളുണ്ട്. മറ്റു ഒരെണ്ണം കൂടിയുണ്ട്, ഇപ്പോൾ നോക്കാം എന്താണെന്നത്. 454/25 അല്ലേ, 2025 ആണത്. എന്താണ്? അസിസ്റ്റൻ്റ് എക്സാമിനേഷനാണിത്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ എക്സാമാണ് ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ നോക്കിയിരിക്കുന്ന ഒരു എക്സാം. ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം എന്ന് പറയില്ലേ. ഇതെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാം ആയിരിക്കും. മറ്റ് പലതുമൊക്കെ അങ്ങ് കുറച്ച് പേർ വിട്ടുകളയാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവരും അപ്ലൈ ചെയ്തൊരു എക്സാമാണ്. ഏറ്റവും കൂടുതൽ പേർ അപ്ലൈ ചെയ്ത എക്സാമാണ് ഇത്. 554/25. ഏതാണത്? യൂണിവേഴ്സിറ്റീസ് അല്ലേ ഇൻ കേരള, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷ എന്ന് പറയും. ഇതിന് മുമ്പും ആ പരീക്ഷ അല്ല ഡിഗ്രി ലെവൽ പ്രിലിംസ് നടന്നിട്ടുണ്ട്. അതിൻ്റെ PYQ ഒക്കെ നമുക്കിപ്പോൾ നോക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും കൺഫർമേഷൻസ് കൊടുത്തതിന് ശേഷം അല്ലേ, പഠിച്ചു തുടങ്ങാത്തവർ, ഇനിയും പഠിച്ചു തുടങ്ങാതിരിക്കുന്നവർ അല്ലേ, പ്രിലിംസ് അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിൻ്റെ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമേ പഠിക്കൂ എന്നൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പഠിച്ചു തുടങ്ങിയവർ ഏകദേശം കുറേയധികം പേരുണ്ട് അല്ലേ. അപ്പോൾ ഒന്നുകൂടി സ്റ്റാർട്ടപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടി മുമ്പോട്ട് പ്രൊമോട്ട് ചെയ്യാം. പഠനം കുറേയധികം മുമ്പോട്ടൂടെ കൊണ്ടുപോകണം അല്ലേ. ഒന്ന് ഇരുത്തി പഠിച്ചാൽ പ്രിലിംസ് നമുക്ക് കിട്ടും, കാരണം കുറേയധികം എക്സാമുകൾ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുമ്പോൾ PYQ മാത്രമല്ല, നമുക്ക് ആനുകാലിക ചോദ്യങ്ങളും കൂടി പഠിക്കണം എന്നുള്ളത് പറയാനാണ് ഈ ഒരു ഫോട്ടോ ഇട്ട് വെച്ചേക്കുന്നത്. ഡിഗ്രി പ്രിലിംസിന് ആനുകാലിക ചോദ്യങ്ങളും 2025 മുതൽ ഇങ്ങോട്ടുള്ള ആനുകാലിക ചോദ്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. 2025 മുതൽ തുടങ്ങിയിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങൾ ഇല്ലേ, നമ്മുടെ കറണ്ട് അഫയേഴ്സ് വിട്ടുകളയാൻ പാടില്ല. PYQ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ, ഇപ്പോൾ ഞാനൊക്കെ അടക്കമുള്ളവർ എടുക്കുന്നത് PYQസിനെ ബേസ് ചെയ്താണ് പോവുക. അതുപോലെ തന്നെ ബയോളജി ക്ലാസ്സുകൾ സ്പെഷ്യലായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. +2 ലെവൽ ഡിഗ്രി ലെവലുള്ള സബ്ജക്റ്റ് വൈസ്
ഡിഗ്രി ബയോളജി പാർട്ട്, സുവോളജി, ബോട്ടണി പാർട്ടിന് ചോദിക്കുന്ന ചോദ്യഭാഗങ്ങൾ അല്ലേ, ഏകദേശം കുറേയധികം ഒരു 10 മാർക്കൊക്കെ നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ക്ലാസ്സുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാം ഒന്ന് പഠിച്ചു തുടങ്ങാൻ നമുക്ക് സമയമായി എന്നാണ് വന്നിരിക്കുന്നത്. കൺഫർമേഷൻ കൊടുക്കാനുള്ളവർ എത്രയും വേഗം കൺഫർമേഷൻസ് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.